ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 13. ജയിലഴികൾക്കുള്ളിൽ. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 19 വാക്യം. സ്പോർട്സ് സ്റ്റേഡിയം അല്ലാത്ത ഒരു വേദിയിലേക്ക് ഒരു പ്രശസ്ത കായിക താരം കടന്നു ചെന്നു. ആ ജയിൽ കെട്ടിടത്തിനുള്ളിൽ 300 തടവുകാരോട് അവന് യെശയ്യാവിൽ നിന്നുള്ള വചനം പങ്കുവച്ചു. എന്നിരുന്നാലും ഈ നിമിഷം ഒരു പ്രശസ്ത കായിക താരത്തെക്കുറിച്ചുള്ളതായിരുന്നില്ല, മറിച്ച് തകർന്നതും വേദനിപ്പിക്കുന്നതുമായ ആത്മാക്കളുടെ സാഗരത്തെക്കുറിച്ചായിരുന്നു. ഈ പ്രത്യേക സമയത്ത് ദൈവം ജയിലഴികൾക്കുള്ളിൽ പിന്നീട് പ്രത്യക്ഷപ്പെട്ടു. ആരാധനയാലും സ്തുതികളാലും പ്രാർത്ഥനാ മന്ദിരം മുഖരിതമായി തുടങ്ങി എന്ന് ഒരു നിരീക്ഷകൻ ട്വീറ്റ് ചെയ്തു. പുരുഷന്മാർ ഒരുമിച്ചിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവസാനം 27ഓളം അന്തേവാസികൾ തങ്ങളുടെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ നാം എല്ലാവരും നമ്മുടേതായ സ്വന്തം തടവറകളിൽ അത്യാഗ്രഹത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ആസക്തിയുടെയും ജയിലഴികളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ അത്ഭുതകരമായി ദൈവം വെളിപ്പെട്ടു. അന്ന് രാവിലെ ആ തടവറയിൽ പ്രധാന വാക്യം ഇതായിരുന്നു: ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല എന്ന് ദൈവം പറയുന്നതിനാൽ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട എന്നും പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട എന്നും ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എങ്കിലും ദൈവം വ്യക്തമാക്കുന്നു, ഞാനല്ലാതെ ഒരു രക്ഷിതാവില്ല. നമ്മുടെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കുന്നതിലൂടെ മാത്രമാണ് നാം സ്വതന്ത്രരാക്കപ്പെടുന്നത്. നമ്മിൽ ചിലരൊക്കെ അത് ചെയ്യേണ്ടതുണ്ട്. നമ്മിൽ വേറെ ചിലർ അത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവ് യഥാർത്ഥത്തിൽ ആരാണെന്ന് അവരെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ക്രിസ്തുവിലൂടെ ദൈവം തീർച്ചയായും പുതിയതൊന്ന് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതിനാൽ എന്തായിരിക്കും ഉത്ഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ചിന്തിക്കുക, നിങ്ങളുടെ സ്വന്തം പാപത്താൽ നിങ്ങൾ ഏതു വിധത്തിലാണ് തടവിലായിരിക്കുന്നത്? നിങ്ങളുടെ തകർച്ചയിൽ നിന്ന് മോചനം നേടാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന് മഹത്വം.